കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കേനും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ കസ്റ്റഡിയും അതുപോലെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എക്സ്ട്രാ മെരിറ്റൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ചൈൽഡ് കസ്റ്റഡീനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ കേരള ഹൈക്കോടതി പറയുന്ന പോയിന്റ് എങ്ങനെയാണ്? മദർ ലേബിൾഡ് മോറലി ബാഡ് ബൈ സൊസൈറ്റി മേ ബി ഗുഡ് ഫോർ ചൈൽഡ്സ് വെൽഫെയർ എന്നാണ് പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അമ്മ എന്ന് പറയുന്ന വ്യക്തി മോശക്കാരിയാണ് എന്ന് ചിത്രീകരിച്ചാലും കുട്ടിക്ക് അമ്മ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. കുട്ടിയുടെ വെൽഫെയറിനെ അമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്? സോ എ മദർ മേ ബി മോറലി ബാഡ് ഇൻ ദ സൊസൈറ്റൽ സെൻസ് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് ഷീ ഈസ് ബാഡ് ഫോർ ദി ചൈൽഡ്സ് വെൽഫെയർ എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ അമ്മ ഒരു മോശക്കാരിയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം കുട്ടിയുടെ വെൽഫെയർ അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി അമ്മേനെ ഒരിക്കലും ഒരു മോശക്കാരിയാണ് എന്ന് അതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടതില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് ഹെൽഡ് ദാറ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ചൈൽഡ്സ് കസ്റ്റഡി ദ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് അലോൺ ഈസ് ടു ബി കൺസിഡേർഡ്. അതായത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സൊസൈറ്റിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ വക കാര്യങ്ങൾ ഒന്നും തന്നെ എന്തിനെ ബാധിക്കാനായിട്ട് പാടില്ല. ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക. എ മാൻ ഓർ വുമൺ മേ ബി ബാഡ് ഫോർ സംവൺ ഇൻ എ കോണ്ടെക്സ്റ്റുവൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് എ പേഴ്സൺ ഈസ് ബാഡ് ഫോർ ഹിസ് ഓർ ഹെർ ചൈൽഡ്. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് മോശക്കാരിയാണ് എന്നുണ്ടെങ്കിലും അത് ഒരിക്കലും കുട്ടീനെ കസ്റ്റഡീനെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് വേറെ ഒരു സെൻസിൽ. ഈ പറയുന്ന അടുത്ത പോയിന്റ് നോക്കുക. എ മദർ ഓർ ഫാദർ മേ ബി മോറലി ബാഡ് ഇൻ ദ സൊസൈറ്റൽ സെൻസ് ബട്ട് ദാറ്റ് മദർ ഓർ ഫാദർ മേ ബി ഗുഡ് ഫോർ ദി ചൈൽഡ് ആസ് ഫാർ ആസ് ദ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് ഈസ് കൺസേൺഡ്. അപ്പോൾ കുട്ടിയുടെ വെൽഫെയറുമായി പരിഗണിക്കുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മേനെ മോശക്കാരിയായിട്ട് കാണാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ സോ കോൾഡ് മൊറാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദെയർ ഓൺ എത്തോസ് ആൻഡ് നോംസ് ആൻഡ് ഷുഡ് നോട്ട് നെസസറിലി റിഫ്ലക്റ്റ് ഇൻ എ കോണ്ടെക്സ്റ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പാരൻറ്റ് ആൻഡ് ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അവിഹിത ബന്ധം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റി ഒന്നും തന്നെ നമ്മുടെ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് യാതൊരു വിധത്തിലും നിർബന്ധമില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഇഫ് എ വുമൺ ഈസ് ഫൗണ്ട് വിത്ത് അനദർ പേഴ്സൺ ഇറ്റ് cannot ലീഡ് ടു ആൻ അസംഷൻ ദാറ്റ് ഷീ വെൻറ്റ് ഫോർ പ്ലഷർ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീനെ, അതായത് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയെ അന്യപുരുഷൻ്റെ കൂടെ കണ്ടു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ ഒരു സ്ത്രീ ആ പുരുഷൻ്റെ കൂടെ ഒരു പ്ലഷർ അല്ലെങ്കിൽ സന്തോഷം കിട്ടുവാനായി പോയി എന്നല്ല അർത്ഥമാക്കേണ്ടത്. മനസ്സിലായല്ലേ? അത് ചിലപ്പോൾ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയെന്ന് വരാം, യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒരു പക്ഷേ അവർക്ക് ഒരുമിച്ച് റൂം എടുക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ബർത്ത്ഡേ പിറന്നാളുള്ള സമയത്ത് ഒരു പക്ഷേ ആ പുരുഷന് ഈ സ്ത്രീയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്ത്രീക്ക് ആ പുരുഷൻ്റെ സ്ഥലത്തേക്ക് പോകാം. ഇതൊന്നും ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് എന്നൊരിക്കലും കണക്കാക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ഒരു വിധി നമ്മുടെ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.